ഒരു സ്കൂൾ പരിസരത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുക. അതിലൊരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുക. ഈ സംഭവം നടന്നിട്ടുള്ളത് പാലക്കാട് മൂത്താൻതറ വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിലാണ്. അവിടെ സ്കൂൾ പരിസരത്ത് നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ്സുകാരന് ഒരു ബോൾ പോലെ തോന്നിക്കുന്ന ഒരു സാധനം കണ്ടെത്തുന്നു. ആ കുട്ടി അതെടുത്ത് വീട്ടിൽ പോകുന്നു. അത് വലിച്ചെറിയുന്നതിലൂടെ പൊട്ടിത്തെറിക്കുകയും ആ കുട്ടിക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. അതിന് പിന്നാലെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരെത്തി, ഫോറൻസിക് സംഘമൊക്കെ എത്തി സ്കൂളിൽ പരിശോധന നടത്തുന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഉഗ്ര സ്ഫോടന ശക്തിയുള്ള 4 വസ്തുക്കളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അത് ആര് കൊണ്ടുവന്നു വെച്ചു, എങ്ങനെ വന്നു, എന്താണ് അതിന് പിന്നിൽ ലക്ഷ്യം എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അവിടെ സമീപത്താണ് RSS കാര്യാലയമുള്ളത്. അവിടെ സ്കൂളിൽ മാത്രമല്ല, RSS കാര്യാലയത്തിൽ ചെന്ന് പരിശോധന നടത്തിയാൽ ഇതുപോലെയുള്ള നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ കഴിയും എന്നാണ് CPM-ന്റെ ആരോപണം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് RSS-ന്റെ ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചനയുണ്ട് എന്ന് BJP-യും RSS-ഉം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് വാസ്തവമെന്ന് നോക്കാം. അജിംസ്, ഒരു സ്കൂളിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഈ പറയുന്നത് പോലെയുള്ള മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടതില്ലേ? അത് ഏതോ ഒരു സ്കൂളല്ല, RSS നിയന്ത്രണത്തിലുള്ള RSS-കാരുടെ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത, RSS-കാർ പലയിടത്തും സ്കൂൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് തന്നെ പാലക്കാട് RSS-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയാണ്. അവിടെ ഡോക്ടർ മോഹൻ ഭാഗവത് അവിടെ വന്നിട്ട് സ്വാതന്ത്ര്യ സമര പരിപാടികൾ നടത്തുന്നു. ഞാൻ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അവിടെ ആ സ്കൂളിൽ വലിയ ഫംഗ്ഷൻ, അതായത് കേരളത്തിലെ ഒട്ടുമിക്ക RSS-കാരും പങ്കെടുക്കുന്ന വലിയ സമ്മേളനങ്ങൾ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ RSS-ൻ്റെ ഒട്ടുമിക്ക പരിപാടികൾ നടക്കുന്ന സ്കൂളാണത്. അപ്പോൾ അതിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് ആ സ്കൂളിന്. പിന്നെ ഈ സ്കൂൾ ഇരിക്കുന്ന സ്ഥലം മൂത്താന്തറ, വടക്കാന്തറ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ RSS സ്ട്രോങ് ഹോൾഡാണ്. BJP എപ്പോഴും ജയിച്ചു വരുന്ന കൗൺസിലർമാരുടെ സ്ഥലങ്ങളാണ്. അതിന് തൊട്ടടുത്ത RSS ഓഫീസ് എന്നത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്ന് ബോംബ് സ്ഥാപിക്കുകയോ കുട്ടികളെ അപകടപ്പെടുത്തുന്ന വിധം, ഇപ്പോൾ പോലീസിൻ്റെ FIR-ലെ കേസ് അതാണ്. ഒന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ളൊരു കേസ്, മറ്റൊന്ന് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള 2 കേസാണ് എടുത്തിട്ടുള്ളത്. അതിൽ FIR-ൽ പറയുന്നത് സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് നിന്ന് ബോംബ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അത് പുറത്തെന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് റോഡാണ്. റോഡിൽ നിന്ന് ബോംബ് കണ്ടെത്തിയെന്നാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? അറിയില്ല. ഈ കുട്ടികൾ കളിക്കാൻ പോകുന്ന ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ ഈ പന്ത് പോലെ എന്തൊരു സാധനം കിട്ടി അതെടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ പന്താണെന്ന് കരുതി കുട്ടി കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതിർന്നവർ അത് എറിഞ്ഞുകളാ ബോംബാണെന്ന് പറഞ്ഞ് എറിഞ്ഞപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്നിട്ട് വന്ന് പോലീസ് പരിശോധന നടക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തു നിന്നാണ് സ്ഫോടവസ്തുക്കൾ കിട്ടുന്നത്. പക്ഷേ പോലീസിൻ്റെ FIR-ൽ ഉള്ളത് ഗേറ്റിന് പുറത്ത് എന്നാണ്. അവിടെ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സ്കൂളുമായി അതിനെ ബന്ധപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് FIR-ന്റെ ലക്ഷ്യം തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബോംബ് കണ്ടെത്തുക എന്നുള്ളത് കണ്ണൂരൊക്കെ വളരെ സ്വാഭാവികമായ കാര്യമാണ്. നമുക്കറിയാം, എത്രയോ RSS-കാർ ബോംബിൻ്റെ നിർമ്മാണത്തിനെതിരെ സ്വയം പൊട്ടി വീരമൃത്യു വരിക്കുകയും കൈയും കാലും പോവുകയും ചെയ്ത ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ അങ്ങനെ ബോംബുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂർ ഒരു സംഘർഷ മേഖലയാണ്. CPM RSS തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ പരസ്പരം പ്രതിരോധിക്കാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ എന്തിനാണ് ഈ പാലക്കാടും മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ ബോംബുണ്ടാക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാരുണ്ടാക്കിയാലും. ഇപ്പോൾ കണ്ണൂർ ഒരു പൊളിറ്റിക്കൽ വയലൻസിൻ്റെ സ്ഥലമാണ്. അവിടെ ആയുധങ്ങൾ കണ്ടെത്തുക, പറമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തുക, സ്റ്റീൽ ബോംബ് കണ്ടെത്തുക, അതൊക്കെ നിരന്തരം വാർത്തയാവുന്നതാണ്. പക്ഷേ പാലക്കാട് നിന്ന് കണ്ടെത്തുമ്പോൾ അതിന് കുറേ കൂടി പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു കാരണം, പാലക്കാട് നമ്മൾ മുമ്പ് ഒരു പ്രതികാരക്കൊലകൾ നടന്നതാണ്. RSS-ഉം പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ, SDP-യും തമ്മിലുള്ള പ്രതികാരക്കൊല കണ്ടതാണ് നമ്മൾ. ഒരു ശ്രീനിവാസൻ വധം, അതിന് പകരമായിട്ടൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരാളെ വധിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല, അതായത് കമ്മ്യൂണൽ വയലൻസിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ചും സിറാജുൻ നിസയെ വെടിവെച്ച് കൊന്ന സ്ഥലമൊക്കെയാണ് പാലക്കാട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് RSS എന്തിന് ബോംബുണ്ടാക്കുന്നു? ആരെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നു? അവിടെ CPM RSS സംഘർഷം അങ്ങനെ ഇല്ല. CPM RSS സംഘർഷമുള്ള കണ്ണൂരാണെങ്കിൽ നമുക്ക് പറയാം, അത് സ്വാഭാവികം. പക്ഷേ പാലക്കാട് എന്തിനുണ്ടാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ, അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. തൊട്ടടുത്തുള്ള RSS-ൻ്റെ അധീനതയിലുള്ള സ്കൂള്, RSS-ൻ്റെ കാര്യാലയം, അങ്ങോട്ട് അന്വേഷണം പോകണം. പക്ഷേ ആ അന്വേഷണം പോകാതിരിക്കാനുള്ള അട്ടിമറി FIR-ൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്തു നിന്നാണ് ബോംബ് കിട്ടിയത് എന്നാണ് FIR-ൽ എഴുതി വെച്ചിട്ടുള്ളത്. പുറത്തു നിന്നാണെങ്കിൽ അതെന്തിനു വേണ്ടി കൊണ്ടുവച്ചു? അതിനൊരു ലോജിക്ക് വേണമല്ലോ. ഇപ്പോൾ BJP ആരോപിക്കുന്ന പോലെ അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുക. ഒരു സ്കൂളിന് മുമ്പിൽ ഒരു ബോംബ് കൊണ്ടുവന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഗൂഢാലോചനയാവുക? അങ്ങനെ കുട്ടികളെ കൊന്നുകൊണ്ട് എന്താണ്? ഇപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള കുട്ടികളൊക്കെ എല്ലാം വേണ്ടി ബോംബ് വെച്ചു എന്നാണ് BJP-യുടെ ആരോപണമെങ്കിൽ അതെന്തിനാണ്? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, അത് ബോംബ് നിർമ്മാണത്തിനിടെ ഒളിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ അബദ്ധത്തിൽ കുട്ടികളുടെ കൈ കിട്ടി, കൂടുതൽ പരിശോധനയിൽ അതേ പ്ലോട്ടിൽ നിന്ന് തന്നെ കൂടുതൽ ബോംബ് കിട്ടുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ഉണ്ടാവണം. ആ ഉത്തരവാദിത്തം ഇപ്പോൾ എൻ്റെ പറമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തിന്നിരിക്കുക,
ആ FIR ആരായിരിക്കും പ്രതി? അജിത്, അപ്പോൾ ആ ഒരു എന്താണ് ഒരു മിനിമം ലീഗൽ ലോജിക്ക് പോലും ഈ FIR-ൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അന്വേഷണം ഏതെങ്കിലും തരത്തിലേക്ക് പോകുമെന്നോ അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുമെന്നോ അവരുടെ ലാർജർ കോൺസ്പിറസി എന്തായിരുന്നെന്നോ അത് പുറത്തു വരുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മുമ്പ് മലപ്പുറത്ത് ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഔട്ട് ഫോക്കസിൽ തന്നെ പറയാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കെതിരെ എറിയാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബോംബ് പൊട്ടി RSകാർ തന്നെ മരിച്ചൊരു സംഭവം. ആ സംഭവത്തെക്കുറിച്ച് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് മലപ്പുറത്ത് ദൈവം രക്ഷിച്ചു എന്നാണ്. അതായത് മലപ്പുറം പോലൊരു ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കെതിരെ ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കമ്മ്യൂണൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നറിഞ്ഞുകൊണ്ടാണ് പോലീസ് മേധാവി പറയുന്നത്. ഇതേ പ്രശ്നം ഈ പാലക്കാടിനുണ്ട്. അതായത് കമ്മ്യൂണലായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ പാലക്കാടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം RSSന് നല്ല ശക്തിയുള്ള കേന്ദ്രങ്ങൾ പാലക്കാട് നഗരസഭയ്ക്കകത്തും പുറത്തുമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ലാർജർ കോൺസ്പിറസി എന്ന് കണ്ടുപിടിക്കണം. ആ ലക്ഷ്യം എന്താണെന്ന് കണ്ട് അത് ബസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. കണ്ണൂർ പോലെയല്ല പാലക്കാട്. ഞാൻ മലപ്പുറത്തെ ഇൻസിഡൻറ്റ് പറയാൻ കാരണം പാലക്കാട് കമ്മ്യൂണലി സെൻസിറ്റീവായ ഇടങ്ങളുള്ള സ്ഥലം കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. യെസ് നിഷാദ്, അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അട്ടിമറി നീക്കങ്ങൾ, ശ്രമങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണോ ഇത്? അല്ല, ഈ ഹിന്ദുത്വ വർഗീയവാദം ഏതെങ്കിലും പ്രത്യേകമായ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ കുറച്ച് എന്തെങ്കിലും സംഗതികൾ കൂട്ടി വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നവരല്ല. ഏത് കാലത്തും അതിൻ്റെ സാധ്യതകളെ പയറ്റാൻ നോക്കുന്നവരാണ് അവർ. ശ്രീകൃഷ്ണ ജയന്തി സംഭവം നമുക്കറിയാം, അത് തെരഞ്ഞെടുപ്പ് കാലമൊന്നുമല്ല. വിഭജനത്തിൻ്റെ സാധ്യതകൾ എപ്പോഴൊക്കെ ഉണ്ടോ അതിൻ്റെ എപ്പോഴത്തെയും സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ. ഞങ്ങളുടെ ക്യാമ്പസിൽ ആരോ കൊണ്ടുവന്ന് 4 പന്നിപ്പടക്കം വെച്ചിരിക്കുന്നു, അല്ലെ ബോംബ് വെച്ചിരിക്കുന്നു, ഇതെന്തോ ഗൂഢാലോചനയുണ്ട്, അന്വേഷിക്കണം എന്ന് പറയാണ് അവരിപ്പോൾ. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവരൊന്നും ആഗ്രഹിക്കാത്ത ഈ മറ്റേ വൈകുന്നേരം കുറുവടി മാത്രം വെച്ച് ശാഖ നടത്തി പോകുന്ന ആളുകൾ, ബോംബ് കണ്ടിട്ടേ ഇല്ലാത്ത ആളുകൾ, വടിവാൾ കണ്ടിട്ടേ ഇല്ലാത്ത ആളുകൾ എന്നാണ്. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് RSSകാർ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരണങ്ങൾ ഉണ്ടാവുക, അപകടം ഉണ്ടാവുക, കൈപ്പത്ത് നഷ്ടപ്പെടുക എന്ന കേസുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കണം. RSSകാരുടെ വീട്ടിൽ കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് അത് പോലീസ് പിടിച്ചതിൻ്റെ വാർത്ത എടുത്ത് വായിച്ചു നോക്കണം. എവിടെയെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഈ ബോംബ് പൊട്ടി ആൾ മരിച്ചു പോയിട്ടുണ്ട്. ബോംബ് പൊട്ടി ഗുരുതരമായ പരിക്കേറ്റുണ്ട്. 700 കിലോയിലധികം സ്ഫോടക വസ്തു ഒരു RSS നേതാവിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, എവിടെ എത്തിയിട്ടില്ല. ഇതെന്തിനാണ് ഈ സ്ഫോടക വസ്തു സൂക്ഷിച്ചത്? അല്ലെങ്കിൽ ഈ കൈ പൊട്ടി സ്ഫോടക വസ്തു ഉണ്ടായി മരിച്ചുപോയ ആൾ എന്തുദ്ദേശത്തോടെ ഉണ്ടാക്കുകയായിരുന്നു? എന്തുമാത്രം ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു? ഇപ്പോഴും എവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു? കണ്ണൂരിൽ ഇപ്പോഴും നമ്മൾ കാണുന്നില്ലേ, പല സ്ഥലങ്ങളിലും പറമ്പ് വൃത്തിയാക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ബോംബുകൾ കിട്ടും, സ്റ്റീൽ ബോംബും മറ്റ് ബോംബുകളൊക്കെ കിട്ടും. കാരണം ഇത് ഉണ്ടാക്കി അന്നത്തെ ഒരു സംഘർഷകാലത്ത് ഉണ്ടാക്കി ആവശ്യത്തിലധികം സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ RSS എന്ന് പറഞ്ഞ സംഘടന കണ്ണൂരിൽ മാത്രം പ്രവർത്തിക്കുന്നതല്ല, രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന ഒന്നാണ്. കണ്ണൂരിൽ മാത്രമായിട്ട് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ RSSന് അധീനതയുള്ളൊരു സ്ഥലത്ത് വെക്കുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ നമ്മളല്ലേ പിടിക്കുക? നമുക്കെതിരല്ലേ FIR ഉണ്ടാവുക? നമ്മുടെ പറമ്പിൽ സ്ഫോടക വസ്തു ഇരുന്ന് നമുക്കെതിരെയാണ് കേസ് ഉണ്ടാവുക, സ്വാഭാവികമല്ലേ? അല്ലെങ്കിൽ നമുക്കതിൽ കേസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും പറ്റില്ല, നമ്മുടെ ആർക്കും മേലും കൊണ്ടുവെക്കാം. പക്ഷേ ആരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം, ആര് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം, അവരുടെ പശ്ചാത്തലം എന്താണ്, അവർക്ക് ബോംബിൻ്റെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണോ എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ നിലക്കുള്ള ഗൗരവം അന്വേഷണത്തിലേക്ക് പോവേണ്ടതുണ്ട്. RSSൻ്റെ ഒരു ടെറിട്ടറിക്കകത്ത് വേറെ ആരെങ്കിലും കയറി ബോംബ് കൊണ്ടുവയ്ക്കുമെന്ന് വിചാരിക്കാൻ എനിക്ക് സാധാരണ വ്യക്തിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അത്രയും സുരക്ഷയിൽ അവർ കൊണ്ടു നടക്കുന്നതാണ്. അവരുടെ കാവിക്കോട്ടയിലേക്ക് ആർക്കെങ്കിലും പ്രവേശിക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ച് പാലക്കാട്ട് അങ്ങനെ പലതരത്തിലുള്ള കാവിക്കോട്ടകളുണ്ട്. കണ്ണൂരിൽ അത്തരം കാവിക്കോട്ടകളുണ്ട്, പല ജില്ലകളിലുണ്ട്. അവർക്ക് കാവി ക്യാമ്പസുകളുണ്ട്. അവിടെയും ഈ പറയുന്ന ജനാധിപത്യം മറ്റുള്ളവരെ അനുവദിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഈ ബോംബ് കണ്ടുപിടിച്ചാൽ മാത്രം അത് മറ്റുള്ളവർ കൊണ്ട് വെച്ചതാണെന്ന യുക്തി എന്ന് മാത്രം ലോജിക്കുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പോലീസ് അതിനകത്ത് ശരിയാവണ്ണമുള്ള അന്വേഷണം നടത്തട്ടെ. ആദ്യം വന്നതല്ല പോലീസിൻ്റെ FIR സ്ഫോടക വസ്തു അപായപ്പെടുത്താൻ ഉദ്ദേശമുള്ളതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും വായിക്കുമ്പോൾ അതിന് സീരിയസ്നെസ് ഉണ്ട്. ആ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് RSSുമായി ബന്ധപ്പെട്ട പല കേസുകൾക്കും എന്താണ് അവസാനം സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100-700 കിലോഗ്രാം സ്ഫോടക വസ്തു പിടിച്ച കേസുകൾ എവിടെയുണ്ട്? കണ്ണൂരിലുണ്ടായിട്ട് 2024-ലോ 2023-ലോ. ആ കേസൊന്നും എവിടെ എത്തിയിട്ടില്ലോ. പിടിച്ചെവിടെ, എന്തിനാണ് കൊണ്ടുവച്ചത്, ആരാണ് കൊണ്ടുവച്ചെന്ന് അറിയില്ല. അതേസമയം അതിൻ്റെ മൊത്തം ഫ്ലേവർക്ക് ഒന്ന് മാറി വേറെ വല്ല ആൾക്കാർ വരുന്നെങ്കിൽ അത് ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വികസിച്ചാനെ എന്ന പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് ഈ പാലക്കാടിനെ കുറിച്ചും അവിടുത്തെ RSSനെ കുറിച്ചും വർഗീയതയെക്കുറിച്ചും എല്ലാത്തരം വർഗീയതയും എതിർക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾ കുറച്ചുകൂടി അഗ്രസീവായ അന്വേഷണത്തിലേക്ക് പോയി അതിൻ്റെ ഏറ്റവും അവസാനത്തെ റൂട്ട് കണ്ടുപിടിക്കാൻ തയ്യാറാവട്ടെ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെ കണ്ടുപിടിച്ച ചരിത്രം സമീപചരിത്രത്തിലില്ല. ഇനിയെങ്കിലും അത് ചെയ്താൽ നാടിന് നല്ലതാണ്. അതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം, കുറ്റിപ്പുറം പാലത്തിനടിയിൽ 8 വർഷം മുമ്പ് സൈന്യത്തിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. കുറ്റിപ്പുറം പാലം ഭാരതപ്പുഴയിൽ നിന്നാണ് കിട്ടുന്നത്. സൈന്യത്തിൻ്റെ മുദ്രയുള്ള സൈന്യത്തിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു.
അതിൻ്റെ അന്വേഷണം അത് ആര് കൊണ്ടുവന്ന് വെച്ചു, ആരുടേതാണ്, ഏത് സൈന്യത്തിൽ എവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. സൈന്യത്തിന് പോലും അതിൽ വേവലാതില്ല, സൈന്യം പോലും അത് കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു നാടാണ് കേരളം എന്നാലോചിക്കുക. അതാണ് എന്തായാലും ഇത് കുറച്ച് ഗൗരവത്തിലെടുക്കേണ്ട സംഭവം തന്നെയാണ്. കാരണം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടികളുടെ ജീവന് തന്നെ അപകടത്തിലാവുന്ന സംഭവം. ഒരുപാട് കുട്ടികളുടെ ശ്രദ്ധയിൽ അത് വരികയും അവരത് വെച്ച് കളിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പോൾ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതെങ്ങനെ അവിടെ വന്നു, ആരാണ് അതിന് പിന്നിൽ, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്.